വെൽക്കം ടു ജിലേബി ക്യുസീൻ. ഞാൻ ജിജോ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചട്നിയാണ്, പീനട്ട് ചട്നി. നമ്മുടെ ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ ഒരു നല്ല കോമ്പിനേഷനാണ്. എപ്പോഴും തേങ്ങാ ചട്നി ആയാലും എങ്ങനെയാണ്, അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് പീനട്ട് ചട്നി തയ്യാറാക്കി നോക്കുക. ഈ ചാനൽ നിങ്ങൾ ഇനി ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കണോടെ ക്ലിക്ക് ചെയ്യുക, ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. പാൻ വയ്ക്കുക. പാൻ ചൂടാകുമ്പം ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. മുളക് നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലാക്കി മാറ്റി വയ്ക്കാം. ഒരു 1/4 കപ്പ് കപ്പലണ്ടി നമുക്കതൊന്ന് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. അത് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടുന്ന ശബ്ദം കേൾക്കും. അതേപോലെ ചെറിയ രീതിയിൽ ഈ തൊലിയൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടാവും. പീനട്ടും റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ചട്നി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചൂടൊന്ന് ആറിക്കിട്ടും. ഇനി നമ്മുടെ ചട്നിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചുവന്നുള്ളിയാണ്. അതൊരു 6 എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ചെറുതാണ്, അതുകൊണ്ടാണ് 6 പറഞ്ഞത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുക. എന്നിട്ട് ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനൊപ്പം തന്നെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ച കപ്പലണ്ടിയും വറ്റൽമുളകും ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ്. അതൊരു 1/3 കപ്പ് ഇട്ട് കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡറോടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചട്നിക്ക് നല്ലൊരു കളറ് കിട്ടും. ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിക്കുക. എന്നിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. ചട്നി എത്ര തിക്നെസ്സോട് കൂടി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ചട്നി അടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ടാണ് അടിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് താളിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടാവുമ്പം അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഇവിടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലതുപോലെ എണ്ണയിൽ പൊട്ടി വരണം. വറ്റൽമുളക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചട്നി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടായി വന്നാൽ മതി. അതിനുശേഷം ഓഫ് ചെയ്യാവുന്നതാണ്. പീനട്ട് ചട്നി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഇനി തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.